പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഇത് അമേരിക്ക ഉക്രൈന് നൽകിയത് മുതൽ ഉക്രൈൻ ഇത് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്. ഉക്രൈന്റെ എയർ സ്പേസിനെ റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ നിന്നും റഷ്യയുടെ എയർക്രാഫ്റ്റ് കീവിലേക്കോ അല്ലെങ്കിൽ ടെറിട്ടറിക്കുള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്തു വന്ന് അകത്ത് എയർ സ്ട്രൈക്ക് ചെയ്യുന്നതിനെ എത്രത്തോളം തടഞ്ഞു എന്നുള്ള ഒരുപാട് വാർത്തകൾ കണ്ടു. അങ്ങനെയുള്ള പാട്രിയോട്ട് ഒരുപാട് തവണ റഷ്യയുടെ മിസൈൽസിനെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അതുപോലെ റഷ്യയുടെ എയർക്രാഫ്റ്റിനെയും ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തി. ഇത്രത്തോളം മികച്ച പാട്രിയോട്ട് സിസ്റ്റം ചില സമയങ്ങളിൽ റഷ്യയുടെ ആക്രമണത്തിനും ബലിയാടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ റഷ്യയുടെ സബ്സോണിക് സ്പീഡിൽ പോകുന്ന ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയിട്ടുണ്ട്. അടുത്തിടെ വീണ്ടും ഇതുപോലെ പാട്രിയോട്ടിന്റെ 2 ലോഞ്ചേഴ്സ് അതുകൂടാതെ ജിറാഫി റേഡാർ സിസ്റ്റം എന്ന ഒഡീസയിലെ ഉക്രൈന്റെ വളരെ പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റം യൂണിറ്റിനെ തന്നെ റഷ്യ മുഴുവനായും നശിപ്പിച്ചു. അതിനായിട്ടുള്ള വീഡിയോയും റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പബ്ലിഷ് ചെയ്തു. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. പാട്രിയോട്ട് എങ്ങനെയാണ് നശിപ്പിച്ചത്? ജിറാഫി റേഡാർ എന്ന് പറയുന്നുണ്ടല്ലോ, അത് എന്താണ്? ഉക്രൈന് വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റാണിത്. അതിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമേ അല്ല. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഒഡീസ ഈ ഒരു പേര് കേട്ടാൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒഡീസ എന്ന പേര് കേൾക്കുമ്പോൾ അവിടെയുള്ള പോർട്ടും ആ പോർട്ടിൽ റഷ്യ നടത്തുന്ന ആക്രമണവും ആ പോർട്ട് വഴി നടക്കുന്ന ധാന്യ കയറ്റുമതി, അവിടെ നടക്കുന്ന ആയുധ കൈമാറ്റം, ഇവയ്ക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട സ്ഥലം. ഉക്രൈന് ഉള്ളതിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് ഹബ് ഈ ഒരു പോർട്ട് സിറ്റിയായ ഒഡീസയാണ്. ഇങ്ങനെയുള്ള ഒഡീസ എപ്പോഴാണ് കൂടുതലായും സംസാര വിഷയമാകുന്നതെന്ന് ചോദിച്ചാൽ, ധാന്യ കയറ്റുമതി സംബന്ധിക്കുന്ന ഡീലിംഗ്സ് സൈൻ ആകുക അല്ലെങ്കിൽ ക്യാൻസൽ ആകുന്ന സമയത്ത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഷിപ്മെന്റ് എന്തെങ്കിലും ഉക്രൈനിലേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ അപ്പോഴെല്ലാം ഈ ഒഡീസയെ കുറിച്ചുള്ള വാർത്തകൾ കൂടുതലായും കേൾക്കാൻ സാധിക്കും. സാധാരണ ഇവയെല്ലാം പോളണ്ട് വഴിയാണ് നടക്കുന്നത്. പക്ഷേ റോഡ് ട്രാൻസ്പോർട്ട് വഴി ചെയ്യുന്നതിനേക്കാളും ഷിപ്പിംഗ് വഴി ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടിന്റെ ചിലവെന്നത് കുറവായിരിക്കും. കൂടുതൽ ആയുധങ്ങൾ മറ്റു നാടുകളെ കൊണ്ട് നൽകാനും സാധിക്കും. അതിനാൽ റഷ്യക്ക് ഒഡീസയിൽ എപ്പോഴും ഒരു കണ്ണുണ്ട്. ചില ദിവസങ്ങൾക്ക് മുൻപ് ഉക്രൈന്റെ ഒരു വലിയ എമുനേഷൻ ടിപ്പ്, ഏകദേശം 50 ദിവസങ്ങൾക്ക് ആവശ്യമായി വെടിമരുന്ന് സ്റ്റോർ ചെയ്തു വെച്ചിരുന്ന സ്ഥലം റഷ്യ ഇതുപോലെ ഒഡീസ ഭാഗത്ത് വെച്ച് ഒരേയൊരു മിസൈൽ സ്ട്രൈക്ക് വഴി മുഴുവനായും നശിപ്പിച്ചു. അതിനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു വലിയ ഓയിൽ റിസർവ് വന്നതും ഈ ഒഡീസ ഭാഗത്ത് നശിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ റഷ്യക്ക് അറിയാം ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന്. ഇത് ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ ഇതുവഴി ഉണ്ടാകുന്ന ഈ പോർട്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന ആയുധങ്ങൾ കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുമെന്ന്. ഇപ്പോൾ റഷ്യയുടെ റേഡാറിന്റെ കണ്ണുകൾ എപ്പോഴും ഈ ഒരു ഭാഗത്തുണ്ടാകും. അതുപോലെ ഉക്രൈനും വളരെ സുരക്ഷയോടുകൂടി ഈ ഒരു ഭാഗത്തെ ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം അടുത്ത് മറ്റു നാടുകളുടെ ബോർഡർ ഉണ്ട്. റഷ്യയുടെ മിസൈൽ ആക്രമണം അറിയാതെ ഒന്ന് വഴിമാറിപ്പോയാൽ അത് മറ്റുള്ള നാടുകളിലേക്ക് വീഴും. അതിൽ നാറ്റോ നാടും ഉണ്ടാകും. അതിനാൽ ഉക്രൈൻ ഈ ഒരു സ്ഥലത്ത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ചെറിയ ചെറിയ അറ്റാക്ക് ഇവിടെ റഷ്യ കാരണം നടന്നാലും വലിയ രീതിക്ക് റഷ്യയെ കൊണ്ട് കഴിഞ്ഞ 3 മാസത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഉക്രൈന്റെ പദ്ധതി, കൂടാതെ പാട്രിയോട്ട് മിസൈൽസിന്റെ റീലൊക്കേഷൻ ആണ്. പാട്രിയോട്ടിന്റെ ലോഞ്ചേഴ്സിനെ സംബന്ധിച്ച് ഉക്രൈൻ ഇത് പല സ്ഥലങ്ങളിൽ ഷഫിൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഒഡീസയിലുള്ള യാസ്നി എന്ന ഗ്രാമം. ഒഡീസയുടെ പോർട്ട് സിറ്റിയിൽ ഇത് പ്രധാനപ്പെട്ട ഒരു ഗ്രാമമാണ്. കാരണം ഒരുപാട് ടെർമിനൽസ്, കണ്ടെയ്നേഴ്സ്, ഇങ്ങനെ സ്റ്റോറേജ് ഫെസിലിറ്റി കൂടുതലുള്ള ഒരു ഭാഗമാണ്. ഈ സ്ഥലത്തെ ഉക്രൈൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, പുറത്തുനിന്ന് വരുന്ന ആയുധങ്ങൾ, പുറത്തുനിന്ന് വരുന്ന ട്രാൻസ്പോർട്ട് മെറ്റീരിയൽസ് എല്ലാം ഈ സ്ഥലത്താണ് ആദ്യം സ്റ്റോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഉക്രൈൻ ഈ ഒരു ഗ്രാമത്തെ ഉപയോഗിച്ചു വരുന്നത്. ഇതിൽ പാട്രിയോട്ടിന്റെ മൂവ്മെന്റ് എന്നത് റഷ്യക്ക് തീർച്ചയായും അറിയാം. അതിനാൽ ഈ പാട്രിയോട്ടിനെ എങ്ങനെ നശിപ്പിക്കാമെന്ന ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു റഷ്യ. കാരണം അമേരിക്കയുടെ പക്കൽ നിന്നും ഇപ്പോൾ ഉക്രൈനിലേക്ക് ഒരുപാട് സഹായങ്ങൾ വരാൻ പോകുന്നു. അത് റോഡ് ട്രാൻസ്പോർട്ട് വഴി വരുന്നു. എളുപ്പത്തിൽ ആ ലൊക്കേഷൻസ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അത് അല്പം പ്രയാസമേറിയ കാര്യമാണ്. ഏത് സ്ഥലത്തുനിന്ന് ട്രാൻസ്പോർട്ട് നടക്കുന്നു, ലാൻഡ് ബോർഡർ വഴി നടക്കുന്ന ട്രാൻസ്പോർട്ട് ഗസ് ചെയ്യുക വളരെ പാടാണ്. എന്നാൽ ഷിപ്പിംഗ് അങ്ങനെയല്ല. അകത്തേക്ക് ഒരു കപ്പൽ വരുന്നു. ഒരു പക്ഷേ ഇതിൽ ഇങ്ങനെയുള്ള ആയുധങ്ങൾ ഉണ്ടാകാമെന്നുള്ള എല്ലാ ചാര വിവരങ്ങളും എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും. സ്പൈ യൂണിറ്റ്സിന് ഈ വിവരങ്ങൾ എളുപ്പത്തിൽ തന്നെ ലഭിക്കും. അതുപോലെ റഷ്യക്കുള്ളിലെ ചാര സംഘടനയെ കൊണ്ടും മറ്റു നാടുകൾക്ക് ഈ വിവരങ്ങൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരാക്രമണം അവിടെ നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തെ നശിപ്പിക്കണം. പാട്രിയോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 10 മിസൈൽ അകത്തേക്ക് അയക്കുന്നു. അതിൽ ഒരു 6-7 മിസൈലിനെ പാട്രിയോട്ട് ഡിഫൻഡ് ചെയ്യും. അത് റഷ്യ ഉപയോഗിക്കുന്ന സോവിയറ്റ് എറ മിസൈൽസ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ റഷ്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിസൈൽസ് ആയാലും ഈ മിസൈൽസിനെ പാട്രിയോട്ടിനെ കൊണ്ട് തടയാൻ സാധിക്കും. അതിനാൽ അവിടെ ഒരു ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ പാട്രിയോട്ടിനെ നശിപ്പിക്കണം. അത് ഉണ്ടെങ്കിലല്ലേ അവിടെ ഉക്രൈനെ കൊണ്ട് ഡിഫൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആദ്യം പാട്രിയോട്ടിനെ നശിപ്പിക്കണമെന്ന് റഷ്യ ഒരു പദ്ധതിയിലേക്ക് ഇറങ്ങുന്നു.
ഈ പാട്രിയോട്ടിനെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനെ സേഫായി വെച്ചിരിക്കുകയാണ്. അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. റഷ്യ അതിനാൽ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യുന്നു. ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ആയാൽ മാത്രമേ അതിന്റെ റേഡാർ സിഗ്നേച്ചേഴ്സിനെ റഷ്യയുടെ റേഡാർസിനെ കൊണ്ട് അല്ലെങ്കിൽ റഷ്യയുടെ ആന്റി റേഡിയേഷൻ മിസൈൽസിനെ കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നത് വഴി ആ ഒരു കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് ആ ലോഞ്ചേഴ്സിലോ അല്ലെങ്കിൽ റേഡാർ സ്റ്റേഷനിലോ പെട്ടെന്നൊരു ആക്രമണം നടത്തി അതിനെ നശിപ്പിക്കാം. ഇതിനായി റഷ്യ ഒരു തന്ത്രം ഇവിടെ ഉപയോഗിച്ചു. ഈ റേഡാർ യൂണിറ്റിനെ മുഴുവനും നശിപ്പിക്കാനും ആ ലോഞ്ചേഴ്സിനെ നശിപ്പിക്കാനും അവർ പുതിയ തന്ത്രമെടുത്തു. ആദ്യം റഷ്യയുടെ എയർക്രാഫ്റ്റ് ഈ ഒരു പാട്രിയോട്ടിന്റെ സോണിനുള്ളിൽ ആ പ്രത്യേക സർക്കിളിനുള്ളിൽ വരുന്നത് പോലെ ക്രീമിയൻ കടലിൽ നിന്നും ഒഡീസ കടലിനെ നോക്കി പറന്നു. അങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പാട്രിയോട്ടിന്റെ റേഞ്ച്, അവിടെയുള്ള പാട്രിയോട്ടിന്റെ റേഞ്ച് കടൽക്കരയിൽ നിന്നും പാട്രിയോട്ടിനെ ഒരു പ്രത്യേക ദൂരത്തിലായിരിക്കും നിർത്തിവെച്ചിരിക്കുക. അതുവരെ മാത്രമാണ് അതിന്റെ റേഞ്ച് ഉള്ളത് എന്ന് ഗസ് ചെയ്ത് ആ റേഞ്ചിനടുത്തേക്ക് പോയതും ഡമ്മി ഡീകോയ് മിസൈൽസിനെ ലോഞ്ച് ചെയ്തു. ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അകത്തേക്ക് വരുന്ന ആ മിസൈൽസ് യഥാർത്ഥ മിസൈൽസ് ആണെന്ന് കരുതും. ഇപ്പോൾ ഒരു 10-15 മിസൈൽസ് ആണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ഇതൊരു ട്രാപ്പ് ആയിരിക്കാം എന്ന് ചിന്തിച്ച് കൂടുതൽ സമയം ആ പാട്രിയോട്ടിനെ അവർ ഓൺ ചെയ്യില്ല, ലോഞ്ച് ചെയ്യില്ല. കാരണം അങ്ങനെ ഓൺ ചെയ്യുന്നത് വഴി അവർക്ക് തന്നെയാണ് നഷ്ടങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്. പാട്രിയോട്ട് മിസൈൽസ് പെട്ടെന്ന് തന്നെ റണ്ണാകും, പെട്ടെന്ന് തന്നെ അത് അവസാനിക്കുകയും ചെയ്യും. ഇത് ഉക്രൈൻ അറിയാം. പക്ഷെ ഒരു 20-25 മിസൈൽസ് അകത്തേക്ക് വരുന്നു എന്നുള്ളപ്പോൾ മറ്റു മാർഗം ഒന്നും കാണില്ല. ഒഡീസ പോർട്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉക്രൈൻ ഉള്ളതിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം അടുത്ത് വരാൻ പോകുന്ന കാലങ്ങളിൽ ഉക്രൈൻ ആവശ്യമായ ആയുധങ്ങൾ എന്നത് ഈ പോർട്ട് വഴിയാണ് വരാൻ പോകുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്ന് ചിന്തിച്ച് ഉക്രൈനും ആ പാട്രിയോട്ടിനെ ആക്ടിവേറ്റ് ചെയ്യും. അകത്തേക്ക് വരുന്ന ഡീകോയ് ഡമ്മി മിസൈൽസ് എന്ന് അറിയാതെ അവർ അവരുടെ പാട്രിയോട്ട് ഓൺ ചെയ്യും. അങ്ങനെ ഓൺ ചെയ്തതിനു ശേഷം അതിൽ നിന്നും ചില മിസൈൽസ് ഈ വരുന്ന മിസൈൽസിനെ ഡിഫെൻഡ് ചെയ്യാനായി പറക്കും. ഇതെല്ലാം റഷ്യയുടെ സർവൈലൻസ് ഡ്രോൺ ഫൂട്ടേജായി ക്യാപ്ചർ ചെയ്യുന്നു. ഇപ്പൊ റഷ്യക്ക് ഒരു കാര്യം മനസ്സിലായി, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പാട്രിയോട്ടിന്റെ ലോഞ്ചേഴ്സ് ഉള്ളതെന്ന്, ഏത് സ്ഥലത്താണ് റേഡാർ സ്റ്റേഷൻ ഉള്ളതെന്ന്. ആ എല്ലാ ലൊക്കേഷനും ഇസ്കാന്ദർ ബാലിസ്റ്റിക് മിസൈൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിലേക്ക് അയക്കുന്നു. കോർഡിനേറ്റ്സ് കിട്ടിയതിനു ശേഷം അല്പസമയം പോലും കാത്തിരിക്കാതെ ഉടൻ തന്നെ ആ ലൊക്കേഷൻസിൽ ആ സർവൈലൻസ് ഡ്രോണിന്റെ കോർഡിനേറ്റ് എവിടെ നിന്നാണോ വന്നത് അതിനെ നോക്കി റഷ്യ അവരുടെ ഇസ്കാന്ദർ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഉക്രൈൻ ഒരു തെറ്റ് ചെയ്തു. അതെന്താണെന്ന് അറിയാമോ? ഒരു ലോഞ്ചർ ഉണ്ടെങ്കിൽ ആ ലോഞ്ചറിൽ നിന്നും ഒരു പ്രത്യേക എണ്ണം മിസൈൽസ് ഫയർ ചെയ്യുമ്പോൾ റിസർവ്ഡ് ആയി അടുത്ത് മറ്റ് ലോഞ്ചേഴ്സ് നിർത്തിയിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ആ പാട്രിയോട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആ പാട്രിയോട്ടിന്റെ കൂടെ സഹായിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ എയർ ഡിഫൻസ് സിസ്റ്റം വയ്ക്കണം. ഇപ്പോ ഒരു ലോഞ്ചറിൽ നിന്നും 4 മിസൈൽ ഡിഫൻഡേഴ്സിന് മാത്രമേ ഫയർ ചെയ്യാൻ സാധിക്കൂ. ആ 4ഉം അവർ ഫയർ ചെയ്ത് അവസാനിപ്പിച്ചാൽ അടുത്ത ഘട്ടത്തിലേക്ക് വീണ്ടും അറ്റാക്ക് ശത്രു ചെയ്യുമ്പോൾ ആ മിസൈൽ സിസ്റ്റം അവർ അവിടെ നിന്ന് പെട്ടെന്ന് മാറ്റണം. എന്നാൽ അത് ചെയ്യാതെ വീണ്ടും റീലോഡ് ചെയ്യാനുണ്ടായ ആ ഒരു സമയം ഗസ് ചെയ്ത് റഷ്യ വീണ്ടും അവരുടെ ഇസ്കാന്ദർ മിസൈൽ അറ്റാക്ക് നടത്തി. അങ്ങനെ 2 പാട്രിയോട്ടിന്റെ ലോഞ്ചേഴ്സും അവിടെ നശിപ്പിച്ചു. അതുകൂടാതെ ജിറാഫി റേഡാർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സർവൈലൻസ് ടാർഗറ്റ് എൻഗേജ്മെന്റ് റേഡാർ അതിനെയും നശിപ്പിച്ചു. ജിറാഫ് ഏതാ? ഇത് എവിടെ നിന്നാണ് വന്നത്? ഇത് ആരുടേതാണ് എന്ന ചോദ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം. ഇത് സ്വീഡന്റെ ഉൽപാദനമാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്ന്. S-400-ൽ ഒരുപാട് റേഡാർസ് ഉണ്ടാകും. ഫയർ കൺട്രോൾഡ് റേഡാർ, ടാർഗറ്റ് ട്രാക്കിംഗ് റേഡാർ, ടാർഗറ്റ് ഐഡന്റിഫിക്കേഷൻ റേഡാർ, ടാർഗറ്റ് എൻഗേജ്മെന്റ് റേഡാർ. അതുപോലെ പാട്രിയോട്ടിന് വേണ്ടി കൂടുതൽ അതുമായി സംയോജിപ്പിക്കുന്ന ഒരു റേഡാർ സംവിധാനമാണ് ജിറാഫി റേഡാർ സംവിധാനം. ഇത് ഒറ്റയ്ക്കും ഉപയോഗിക്കാൻ സാധിക്കും. ടാർഗറ്റ് എൻഗേജ്മെന്റിന് വേണ്ടിയല്ല, ടാർഗറ്റ് ഐഡന്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. വളരെ ലോ ഫ്ലൈയിങ് ആൾട്ടിറ്റ്യൂഡുള്ള മിസൈൽസിനെയും എയർക്രാഫ്റ്റിനെയും ഈ ഒരു റേഡാർ കൊണ്ട് എൻഗേജ് ചെയ്യാൻ സാധിക്കും. ഇതിനെ ഉക്രൈൻ ഈ പാട്രിയോട്ടുമായി ചേർത്താണ് ഇത്രയും ദിവസം ഉപയോഗിച്ചത്. അതിൽ ഒരു റേഡാർ യൂണിറ്റിനെ മുഴുവനായും ഈ സ്ട്രൈക്കിലൂടെ ഉക്രൈന് നഷ്ടമായി. ഇതിൽ പാട്രിയോട്ടിനെ നഷ്ടപ്പെടുത്തിയത് ഉക്രൈന് വലിയൊരു നഷ്ടമേ അല്ല, ഈ റേഡാർസ് നശിച്ചു പോയതാണ് ഉക്രൈന് വലിയൊരു നഷ്ടമായി മാറിയത്. കാരണം നഷ്ടപ്പെട്ട പാട്രിയോട്ടിന്റെ 2 ലോഞ്ചേഴ്സ് വീണ്ടും അവരെ കൊണ്ട് വാങ്ങാൻ സാധിക്കും. പക്ഷേ സ്വീഡന്റെ പക്കൽ നിന്നും ഈ ഒരു റേഡാർ സിസ്റ്റംസ് ഉക്രൈന് വാങ്ങുക എന്നുള്ളത് സാധാരണ കാര്യമേ അല്ല. അതും സ്വീഡന്റെ പക്കൽ വളരെ കുറവ് മാത്രമേ ഈ റേഡാർ സിസ്റ്റം ഉള്ളൂ. ഉക്രൈനെ സംബന്ധിച്ച് പാട്രിയോട്ടിനേക്കാളും ഈ റേഡാർ സിസ്റ്റത്തെ നഷ്ടപ്പെടുത്തിയത് വലിയ പരാജയമായി മാറി. ഇപ്പോൾ റഷ്യയുടെ ആക്രമണം എന്നത് കഴിഞ്ഞ ഒരു മാസത്തിൽ നോക്കിയാൽ വലിയ രീതിയിൽ F-16 ഏത് സ്ഥലത്താണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഗസ് ചെയ്ത് ആ സ്ഥലങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങി. അടുത്ത ഘട്ടമായി എയർ ഡിഫൻസ് സിസ്റ്റം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതിനെ നശിപ്പിക്കാൻ തുടങ്ങി. ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഉക്രൈന്റെ ഡിഫൻസീവ് മെക്കാനിസം റഷ്യ മുഴുവനായും കൊളാപ്സ് ചെയ്യുകയാണ്. ഇപ്പോൾ അടുത്തിടെ ക്രെംലിനിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. ATACMS വളരെ ലോങ് റേഞ്ചുള്ള വെപ്പൺസ് ഉക്രൈന് അമേരിക്ക നൽകാനുള്ള പദ്ധതികളാണ്. ഒരു പക്ഷേ റഷ്യയുടെ എയർബേസിലോ അല്ലെങ്കിൽ റഷ്യയുടെ ഒറിജിൻ ടെറിട്ടറിക്കുള്ളിലേക്ക് വളരെ ഡീപ്പായിട്ടുള്ള മിലിറ്ററി ബേസിൽ എന്തെങ്കിലും ഈ ATACMS ഉപയോഗിച്ച് ആക്രമിക്കുകയാണെങ്കിൽ
അതിനുശേഷം ഞങ്ങളുടെ ഈ ഒരു യുദ്ധം എന്നത് മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുമെന്ന് മറ്റൊരു അലേർട്ട് നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും നൽകിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.